ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈവനിങ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായ 2 പാത്രത്തിലായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് മധുരം ഇടാത്തതാണ് കേട്ടോ ഉമ്മാക്കുള്ളത്, മറ്റേത് മധുരം ഇട്ടുകാണ്ട് ഞങ്ങൾക്കുള്ളതുമാണ് കേട്ടോ. പിന്നെ ഇതാ മിച്ചറാണ് കേട്ടോ കടിയായിട്ടുള്ളത്. വേറെ കടികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിക്ക് വന്നിട്ടുണ്ട്. ഇമ്മയും മോളൂസും മോളൊക്കെ പുറത്തു കൂടെ അങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയില്ല കുട്ടികൾക്ക് ഇങ്ങനെ കാട്ടിയാൽ മതി കേട്ടോ. ഞാൻ ഈ ചോളാണ്ടിയാണ് കേട്ടോ കുറച്ചെടുത്തിട്ട് കഴുകിങ്ങാണ്ട് ഒരു ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഒരു ക്യാരറ്റും കഴുകിങ്ങാണ്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും പാട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുറച്ചധികം വെള്ളം പാർന്നുകാണ്ട് അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്കിതാ ഞാൻ കൽക്കണ്ടാണ് നമ്മൾ അതിന് മോൾക്ക് വിറകെണിക്ക് ഇട്ട് കൊടുക്കൽ കേട്ടോ. ചിലർ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കണ കാണാം. അപ്പോൾ ഞാനിതാ കൽക്കണ്ടൊക്കെ ഇട്ട് കൊടുത്ത് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ കത്തിച്ച് അത് ഗ്യാസുമ്മക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നന്നായിട്ട് കുറുകി വരുവോളം നന്നായിട്ട് വിരകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ വിരകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിതാ നമുക്ക് രാത്രിക്കൊക്കെ കറിയും ഉപ്പേരിയൊക്കെ ഉണ്ട്. അപ്പം 2 മുട്ട ഉള്ളൂ കേട്ടോ. അപ്പം അതും കൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയേ. അപ്പോൾ ഇതാ ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ മഞ്ഞയും വെള്ളയും പാട് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിരുന്ന ഒരു ഓംലെറ്റാണ് കേട്ടത്. മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും വേറെ വേറെ ആക്കിയിട്ട് ആ വെള്ള നമ്മൾ നന്നായിട്ട് ബീറ്റർ വെച്ചുകാണ്ട് ബീറ്റ് ചെയ്തുകാണ്ട് പതപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ മുട്ടൻ്റെ വെള്ളയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തപ്പോൾ ഞാൻ നുള്ളു ഉപ്പിട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ ഇതാ യെല്ലോ നമ്മൾ വേറെ എടുത്ത് വെച്ചിരുന്നല്ലോ, അതിക്കും ഞാൻ നുള്ളു ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു 4 മുട്ടയെങ്കിലും വേണം കേട്ടോ, എന്നാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ആകെ 2 മുട്ടയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു സ്പോഞ്ചായിട്ടുള്ളൂ കേട്ടോ കിട്ടിയിട്ടുള്ളത്. 4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വലിയ സ്പോഞ്ചായിട്ടുള്ള ഓംലെറ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് പാനൊക്കെ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് എല്ലായിടത്തും കൂടി ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് മറിച്ചിടാനോ ഒന്നും കഴിയൂല കേട്ടോ, അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് മുട്ടൻ്റെ മഞ്ഞ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 2 മുട്ട ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു 4 എണ്ണമൊക്കെ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ മഞ്ഞ ഒഴിച്ച് കൊടുത്തതിൻ്റെ മേലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് മുട്ടൻ്റെ വെള്ളയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അധികമൊന്നും പരത്തിയിട്ടില്ല, നമ്മൾ 2 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അധികം പരത്താനൊന്നും ഇല്ല കേട്ടോ.
അങ്ങനെ അതൊക്കെ പെരത്തി കൊടുത്തുങ്ങാണ്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചുങ്ങാണ്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഓംലെറ്റൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ എല്ലാത്തോടത്ത് ചെറുതായിട്ടൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിന് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വായിലിട്ട് അരിഞ്ഞു പോണ വിധത്തിലേന് കേട്ടോ. അങ്ങനെ നമ്മളെ ഓംലെറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നല്ല സ്പോഞ്ച് കേട്ടോ. ഇതിൻ്റെ ഈ വൈറ്റ് കളറില്ല ഈ ഭാഗം, ഈ വൈറ്റ് മാത്രം എടുത്തുകൊണ്ട് ബീറ്റ് ചെയ്തുകൊണ്ട് അതിക്ക് യെല്ലോ മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആകാതെ അങ്ങനെ ഫുള്ളായിട്ട് സ്പോഞ്ചായിട്ട് തന്നെ അങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മോളൂസും അതിനുമോളും ഉമ്മയൊക്കെ ഇതിൽ കൂടെ നടക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഞാനും ഓരൊപ്പം വർത്താനം പറയാനും നടക്കാനൊക്കെ ഞാനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓലൊക്കെ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് നിൽക്കാനായിട്ട് അയൽവാസികളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ആയിക്കൂടെ നടന്ന് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ വീട്ടിൽ തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.